എവ്രിവൺ, എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ക്രിസ്മസ് സെലിബ്രേഷൻസ് ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എലോറയിലാണ്. അപ്പോൾ ഇവിടുത്തെ ക്രിസ്മസ് ഡെക്കറേഷനും ലൈറ്റ്നിങ്ങും എല്ലാമാണ് ഇന്നത്തെ വ്ളോഗിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ, വാച്ച്. നമ്മുടെ നാട്ടിൽ കൂടുതലും നമ്മൾ കാണുക മിക്ക ബിൽഡിങ്സിലും സ്റ്റാറും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുള്ള ഒരു ഡെക്കറേഷനും പിന്നെ കുറച്ചൊക്കെ ഓൾമോസ്റ്റ് കുറേയൊക്കെ ലൈറ്റ്നിങ്ങും ആയിരിക്കും. എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ അധികം ഞാനിങ്ങനെ ഓരോ ബിൽഡിങ്ങിലും നക്ഷത്രം ഇട്ടേക്കുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. എന്നാൽ ഒരു മുക്കിലും മൂലയിലും അതിപ്പോൾ ഒരു ട്രീ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ എവിടെയായാലും ലൈറ്റും കാര്യങ്ങളെല്ലാം വച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യുക. അതുപോലെ സാന്താക്ലോസിൻ്റെയും പിന്നെ ക്രിസ്മസ് ഡിയറിൻ്റെയും തീം വെച്ച് ഡെക്കറേഷൻ ചെയ്യുക. അങ്ങനത്തെ ഒരു തീം ഡെക്കറേഷനാണ് ഇവിടെ ഫുള്ള് കണ്ടിരിക്കുന്നത്. എത്തിയപ്പോൾ ഏകദേശം രാത്രി ഒരു 9 മണിയായി. അപ്പോൾ രാവിലെയാണ് നിങ്ങൾ എലോറയിൽ വരുന്നതെങ്കിൽ നമുക്കിവിടെ ഈ കടകളെല്ലാം കാണാൻ പറ്റും. ഇതെല്ലാം ഓപ്പൺ ആയിരിക്കും. ഇപ്പോൾ രാത്രി ഏകദേശം 9 മണിയായി. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അടച്ചേക്കുവാണ്. കൊമേഴ്ഷ്യലായിട്ടുള്ള കടകളും അതേപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഇവിടുത്തുകാരുടെ കുറേ ക്രിസ്മസ് പ്രൊഡക്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വാങ്ങിക്കാനും വിസിറ്റ് ചെയ്യാനും എല്ലാം പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ നാട്ടിലുള്ളപ്പോഴും അല്ലെങ്കിൽ നമ്മളെപ്പോഴും കാണാറുള്ള സാന്താക്ലോസിൻ്റെ ഒരു ക്രിസ്മസ് സ്ലേ ആണ് ഈ കാണുന്നത്. ഇപ്പോൾ സാന്താക്ലോസ് ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം ആയിട്ട് വന്നിട്ട് ഇതിനകത്തിരുന്ന് പോകുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഇതേപോലുള്ള ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റിയ ഇഷ്ടംപോലെ സ്പോട്ടുകൾ ഇവിടെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ സാന്താക്ലോസിൻ്റെ വണ്ടിയിലൊക്കെ ഇരുന്ന് ഡിയറിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് ഞാനൊരു വീഡിയോ എടുക്കുന്ന ഒരു ആഗ്രഹം, അങ്ങനെയാണ് ഇവിടെ എടുത്തത്. ഏകദേശം ഒരു -15 ഉണ്ട് പുറത്ത് തണുപ്പ്. വളരെ കഷ്ടപ്പെട്ടാണ് വ്ളോഗൊക്കെ എടുക്കുന്നത്. ഞാൻ ഈ വ്ളോഗ് എടുക്കണമെന്ന് തീരുമാനിച്ചല്ല ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം നിങ്ങളെ കൂടി കാണിക്കണമെന്ന് തോന്നി. ഇവിടെ നമുക്ക് കാണാൻ പറ്റും കൂടുതലും സാന്താ തീമായിട്ടുള്ള ഡെക്കറേഷൻസ് ആണ്. ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയറും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ പോകുന്ന വഴിക്കാണ് നമുക്ക് നാട്ടിലൊരു ഓട്ടോറിക്ഷ പോലെ ഇരിക്കുന്ന ഒരു സംഭവം കണ്ടത്. അത് ഓട്ടോറിക്ഷയാണോ അതോ വേറെ എന്തെങ്കിലും വെഹിക്കിളാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അതിനകത്ത് കയറി കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ തീരുമാനിച്ചു. എനിക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലൊക്കെ ഒരു റിക്ഷ മോഡലിലുള്ള ഒരു സംഭവമാണ്. കൊള്ളാം, വലിയ കുഴപ്പമൊന്നുമില്ല. ഒരാൾക്ക് ഇരിക്കാം, 1-2 പേർക്ക് ഇരിക്കാൻ പറ്റുന്നുള്ള ഒരു സെറ്റപ്പാണിത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര കൗതുകം പോലെ തോന്നി. കൂടുതലും ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനത്തെ രീതിയിലുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ആണ് കൂടുതലും അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അധികം നമ്മുടെ നാട്ടിൽ കാണാത്ത രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ക്യാമ്പ് ഫയർ ആണ്. ഇവിടെ ഇപ്പോൾ ഏകദേശം ക്ലോസ് ചെയ്തു. ക്യാമ്പ് ഫയറും കാര്യങ്ങളും സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഭയങ്കര രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ്.
ഈച്ച് ആൻഡ് എവറിത്തിങ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ എല്ലായിടത്തും ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണെങ്കിലും നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള കാര്യങ്ങളാണ്. കണ്ടോ? നിങ്ങൾ ഈ കാണുന്നതാണ് ഗ്രാൻഡ് റിവറിൻ്റെ മുകളിലുള്ളൊരു ബ്രിഡ്ജ്. അപ്പോൾ ഈ ഒരു റിവറിൻ്റെ മുകളിലുള്ള ബ്രിഡ്ജാണ് ഇത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിൻ്റർ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു റിവർ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ സാധാരണ ഒരു സ്ഥലത്ത് മഞ്ഞ് കിടക്കുന്ന പോലെ തോന്നുള്ളൂ, പക്ഷേ ഇതൊരു റിവറാണ്. നമുക്ക് ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ ഫുള്ള് കാണാൻ പറ്റുന്നത് മഞ്ഞ് മാത്രമായിട്ട് ഇങ്ങനെ മൂടിക്കിടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു റിവർ ഉണ്ടെന്ന് പോലും നമുക്കങ്ങനെ പ്രത്യേകിച്ച് തോന്നില്ല. അതിൻ്റെ അടുത്തുള്ള കാര്യങ്ങളും ബിൽഡിങ്ങുകളും എല്ലാം ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ഗ്രാൻഡ് റിവറിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളും എല്ലാം. Christmas, it's the best time of the year. I don't know if there'll be snow, but have a cup of cheer. Have a holly jolly Christmas, and when you walk down the street, say hello to friends you know and everyone you meet. Oh, hold the mistletoe, hung where you can see. Somebody waits for you, guess someone's for me. Have a holly jolly Christmas, and in case you didn't hear, oh by golly, have a holly jolly Christmas this year. Happy Christmas everyone, wishing you all the happiness. Stay tuned with Vlog Tales with Elsa.